ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ എളുപ്പത്തിലൊരു ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഗുഡ് കലോറീസ്, വൈറ്റമിൻ എ, അയൺ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പെർഫെക്റ്റ് ന്യൂട്രീഷൻ ഫാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ബിരിയാണി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വന്നിട്ട് സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പെരുംജീരകം എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച്, അതായത് ഒരു 3 സവാള വന്നിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സവാളയൊക്കെ ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പിടി അളവിൽ വന്നിട്ട് മല്ലിയിലയും ഒരു പിടി അളവിൽ വന്നിട്ട് പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഉടയണം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് മൂത്ത് പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കഴുകി വെച്ചേക്കുന്ന ചിക്കനും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ വന്നിട്ട് തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തൈരും മസാലയും ചിക്കനും എല്ലാം കൂടിയിട്ട് ഒന്ന് ഒരുമിച്ച് പിടിച്ച് വരണം കേട്ടോ. ഇനി നമുക്ക് ഈ തൈരൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം. ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞിട്ട് മേലെ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തിനുള്ളിൽ വന്നിട്ട് റൈസ് എടുക്കാം. ഞാൻ 2 ഗ്ലാസ് അളവിൽ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസിൻ്റെ അളവാണ് എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ വെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാവരും വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് വന്നിട്ട് 2.5 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഓൾറെഡി ഒരു ഹാഫ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വന്നിട്ട് നമുക്ക് റൈസും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നില്ല, 5 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ബിരിയാണിയൊക്കെ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗാർണിഷിനായിട്ട് കുറച്ച് നമ്മുടെ സവോളം വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂ നട്ടും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ വന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് മേലെ തൂവിയതിന് ശേഷം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു ബിരിയാണി ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇനി പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് ഓൺ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ് ഓൾ. ടേക്ക് കെയർ. ബൈ.